വളരെ സ്പീഡിൽ പോകുന്ന കാർ പെട്ടെന്ന് അർജുൻ നിർത്തിയതും സുധയും വിനുവും ജോനും മുന്നോട്ട് ആഞ്ഞു. ഡോർ തുറന്നു പോകുന്ന അർജുനെ അവർ കണ്ടു ബാറിലേക്ക് കയറി പോകുന്ന അർജുൻ. ഇവൻ ഇത് കുളമാക്കും. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അവൻ്റെ ഭ്രാന്ത് ഇന്നത്തോടെ തീരുമല്ലോ. എന്തായാലും ഗായത്രി ഇല്ലാതെ അവൻ മടങ്ങില്ല. അതിനവൾ വരണ്ടേ? അല്ലെങ്കിൽ തന്നെ അവൾ ഇവനെ കണ്ടുകൂടാ. കൂടാതെ ഇന്നത്തെ പെർഫോമൻസ് കൂടെ ആയപ്പോൾ എന്ത് ചെയ്താലും പറഞ്ഞാലും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് വിനു. ഇവൻ അത് ഭ്രാന്തമായി കൊണ്ടുപോകുമ്പോൾ അവൾ അത് പ്രതികാരത്തിലൂടെ കൊണ്ടുപോകുന്നു. പിന്നെ അവളുടെ സമ്മതം ചോദിച്ചു കൊണ്ടുവന്നും ആവില്ല അജു അവളെ കൊണ്ടുപോകുന്നത്. ഡാ, കിഡ്നാപ്പാണോ? പറയാൻ പറ്റില്ല മോനെ. ഇവൻ്റെ അവസ്ഥയിലല്ലേ അവൾ പിടിച്ചിരിക്കുന്നത്. ഇനി എന്തും സംഭവിക്കാം. കാറിൽ ഇരുന്നവർ സംസാരിക്കുമ്പോൾ ആണ് അർജുൻ വന്ന് വണ്ടിയിൽ കയറിയത്. അവൻ്റെ രൂപത്തിൽ നിന്നും വമിക്കുന്ന മദ്യത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ നിന്ന് തന്നെ അവൻ്റെ മാനസിക നില ഊഹിച്ചു. അർജുൻ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വീണ്ടും കാർ എടുത്തു. ഹരി ലൊക്കേഷൻ അയച്ചു കൊടുത്തത് അനുസരിച്ച് ഗായത്രിയും ആനിയും ഇറങ്ങാൻ നിന്നു. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റിൽ നിന്നിറങ്ങി വാതിൽ പൊട്ടുമ്പോഴാണ് ഗായത്രി ഫോൺ മറന്നു വെച്ചതോർത്തത്. ഗായത്രി വീണ്ടും അകത്തു കയറിപ്പോയി. അവളെ കാത്തു ആനി പുറത്തു നിൽക്കുമ്പോഴാണ് പാഞ്ഞു വരുന്ന അർജുനെ കണ്ടത്. ആനിക്ക് വല്ലാത്ത ഭയം തോന്നി. അവൾ ഗായത്രിയെ വിളിക്കും മുന്നേ തന്നെ അർജുൻ അവൾക്ക് അരികിൽ എത്തിയിരുന്നു. ആനിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അർജുൻ അകത്തു കയറി. ആനി ആണെങ്കിൽ അവൻ്റെ ഭാവം കണ്ട് പേടിച്ചു പോയിരുന്നു. ഒരുതരം ഭ്രാന്തമായ രൂപം ആയിരുന്നു അപ്പോൾ അവന്. പുറകിൽ ആയി ഓടിവരുന്ന സുധിയും വിനുവും ജോണും അർജുൻ എന്തെങ്കിലും ചെയ്യും എന്ന് പേടിച്ചിരുന്നു. മുറിയിലെ ടേബിളിൽ വെച്ചിരുന്ന ഫോൺ എടുത്തു തിരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന അർജുനെ കണ്ടവൾ ഞെട്ടി പുറകിലേക്ക് ആഞ്ഞു. കൈകാലുകൾ വിറയിൽ തുടങ്ങി. അവൾ വീഴാതെ ഇരിക്കാൻ അടുത്തുള്ള ചെയറിൽ പിടിച്ചു. തന്നിലേക്ക് വെക്കുന്ന ഓരോ ചുവടുകളിലും അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടി. അവളുടെ അടുത്തേക്ക് വെക്കുന്ന ഓരോ ചുവടുകളും ഒരുതരം ആനന്ദമായിരുന്നു. കളഞ്ഞുപോയ എന്തോ തിരിച്ചു കിട്ടിയ സന്തോഷം. അവളുടെ അടുത്തോടി അർജുൻ ഗായത്രിയെ വാരിപ്പുണർന്നു. അവളെ തൻ്റെ കൈപ്പിടിയിൽ കിട്ടിയ സന്തോഷത്തിൽ അർജുൻ അവളെ ഇറുകെ പുണർന്നു. എന്നാൽ ഗായത്രിയുടെ ഉള്ളിൽ താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആൾ അടുത്തു വന്ന മനോഭാവം തന്നെ ആയിരുന്നു. അവൻ്റെ നെഞ്ചിൽ അമരുമ്പോഴും അവൾ നിർവൃതിയോടെ നോക്കി നിന്നു. അവൻ്റെ പിടി മുറുകുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ മനസ്സിലേക്ക് ആ രാത്രി കടന്നു വന്നു. തൻ്റെ ജീവിതം നാശമാക്കിയത്, തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായ ആ രാത്രി. ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകളോടെ താലി കെട്ടിയ പെണ്ണിനെ ചവിട്ടിത്തേച്ച അവൻ്റെ മുഖം അവൾ ഉറപ്പോടെ ഓർത്തതും കിട്ടിയ ശക്തിയിൽ അവൾ അർജുനെ തള്ളിമാറ്റി. ഗായത്രി ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കുന്തോറും അവളിൽ ആ രാത്രി കടന്നു വന്നു. എന്നാൽ അർജുൻ അവളുടെ പ്രവൃത്തി കണ്ട് ദേഷ്യം വന്നില്ല. അവന് വീണ്ടും അവളെ വാരിപ്പുണരാൻ തോന്നി. അവളിലേക്ക് വീണ്ടും അടുത്തവൻ അവളുടെ മുഖം കയ്യിൽ എടുത്തു. അവൾ തടയും മുന്നേ തന്നെ അവളുടെ മുഖം ചുംബനം കൊണ്ട് മൂടി. അവൻ്റെ ചുണ്ടുകൾ പതിയുന്നിടം എല്ലാം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി ഗായത്രിക്ക്. അവൻ്റെ ബലത്തിൽ അവൾക്കത് തടയാൻ കഴിഞ്ഞില്ല. അവളെ ചുംബനം കൊണ്ട് പൊതിഞ്ഞിട്ടും മതിയാവാതെ അർജുൻ അവളെ ഇറുക്കി പിടിച്ചുകൊണ്ടേയിരുന്നു. അർജുൻ്റെ പ്രവൃത്തിയും ഒപ്പം അവനിൽ നിന്നും വന്ന മദ്യത്തിൻ്റെ രൂക്ഷഗന്ധവും എല്ലാം അവളിൽ അറപ്പ് തോന്നിച്ചു. നിറഞ്ഞു പൊന്തിയ ദേഷ്യത്തിൽ ഗായത്രി അവനെ തള്ളിമാറ്റി. അവനിൽ നിന്ന് വിട്ടുനിന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എൻ്റെ മുന്നിൽ നിന്നിപ്പോൾ കരച്ചിൽ അടക്കി അവനെ നോക്കാതെ ഗായത്രി അലറി. പക്ഷെ അർജുനിൽ അവളുടെ വാക്കുകൾക്ക് തെല്ലുപോലും ദേഷ്യം തോന്നിച്ചില്ല. പകരം അടക്കിപ്പിടിച്ച പ്രണയം മാത്രമായിരുന്നു. അവളുടെ ചുവന്ന മൂക്കും വിറക്കുന്ന ചുണ്ടുകളും അവനിൽ ഒരുതരം വികാരം കൊള്ളിച്ചു. അവൾ തള്ളി പതിയെ മടങ്ങു ശക്തിയോടെ അർജുൻ അവളിലേക്കടുത്തു. ഒരു കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി മറുകൈ അവളുടെ പിൻകഴുത്തിൽ പിടിച്ചു. അവൻ്റെ മുഖത്തോട് അവളുടെ മുഖം അടുപ്പിച്ചു. രണ്ടുപേരുടെയും നോട്ടം തമ്മിൽ കുരുത്തതും ഉള്ളിൽ ഒരു പിടച്ചിൽ ഉണ്ടായി. ഗായത്രിക്ക് ശ്വാസം നിലക്കുമെന്ന് തോന്നി. അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടിലാണെന്ന് മനസ്സിലാക്കി ഗായത്രി അവനെ അകറ്റും മുന്നേ അർജുൻ അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുമായി കോർത്തു. അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ പല്ലുകൾ മുറിവുണ്ടാക്കി. എങ്കിലും അധികം ആവശ്യത്തോടെ അർജുൻ അവയെ കടിച്ചുകൊണ്ടേയിരുന്നു. കണ്ണുനീരും രക്തവും എല്ലാം അവരുടെ വായിൽ കൂടി ചേർന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയെങ്കിലും അർജുൻ അവയെ മോചിപ്പിച്ചില്ല. 2 വർഷത്തെ പ്രണയവും പരിഭവവും എല്ലാം അവൻ ആ ചുംബത്തിലൂടെ നൽകി. ഗായത്രി അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളുമ്പോഴും അവനിൽ ആവേശം കെട്ടടങ്ങിയില്ല. ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അർജുൻ. ഗായത്രിയുടെ ശബ്ദം കേട്ട് അകത്തേക്ക് വന്ന ആനിയും ജോണും വിനുവും സുധയും എല്ലാം ഈ കാഴ്ച കണ്ട് അമ്പരന്നു. ചുണ്ടിലെ വേദന സഹിക്കാൻ കഴിയാതെ ആയതും അവനോട് ദേഷ്യം കൂടി വന്ന് ഗായത്രിക്ക്. എത്ര തള്ളിമാറ്റാൻ ശ്രമിച്ചിട്ടും കഴിയാതെ ഒടുവിൽ അവൻ്റെ കൈക്കുരുത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടി വന്നു അവൾക്ക്. അർജുൻ ഇത്രയും നാൾ അവളെ കാണാത്തതിലുള്ള സ്നേഹവും ദേഷ്യവും സങ്കടവും എല്ലാം ആ ചുംബനത്തിൽ ഉണ്ടായിരുന്നു. അവിടെ അപ്പോൾ അവനും അവളും മാത്രം ഉള്ളൂ എന്ന ചിന്തയിൽ അവൻ അവളെ കൂടുതൽ ഇറുക്കി പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു കൊണ്ടേയിരുന്നു. മദ്യത്തിൻ്റെ ഗന്ധം അവളിൽ അസ്വസ്ഥത ഉണ്ടാക്കി.
അർജുൻ്റെ പിടിമുറുക്കുന്നത് മനസ്സിലാക്കി ഗായത്രി അവൻ്റെ കൈകൾ അവളുടെ ദേഹത്തു നിന്നും കുടഞ്ഞെറിഞ്ഞു. ചുംബനത്തിൻ്റെ ലഹരിയിൽ നിൽക്കുന്നവൻ അവളുടെ ചുണ്ടുകളെ ആഗ്രഹമില്ലാതെ മോചിപ്പിച്ചു. അവളുടെ നെറ്റിയിൽ അവൻ്റെ നെറ്റി മുട്ടിച്ച് കുറച്ചു നേരം ശ്വാസം എടുത്തു രണ്ടുപേരും. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തോടി നടക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുവന്ന ചോരപ്പാടുള്ള ചുണ്ടിൽ അവൻ്റെ കൈകൊണ്ട് പതിയെ തലോടി. ഗായത്രി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവനെ നോക്കി. അവൻ്റെ വിരലിൽ പതിഞ്ഞ അവളുടെ രക്തം അർജുൻ തൻ്റെ ചുണ്ടിൽ ചേർത്ത് വെച്ചു. അതുകണ്ട് ഗായത്രി വെറുപ്പോടെ മുഖം വെട്ടിച്ചു. ഇതെല്ലാം കണ്ടു കണ്ണും തള്ളി നിൽപ്പാണ് ബാക്കിയുള്ളവർ. അവിടെ ഒരു അടിപിടി പ്രതീക്ഷിച്ച് അവർക്ക് കണ്ടത് വിശ്വാസം വരാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇനിയാണെങ്കിൽ ഗായത്രി അർജുൻ ഒന്നും ചെയ്യില്ലെന്ന് പ്രാർത്ഥിച്ചു നിൽക്കും. അർജുൻ ആർദ്രമായി അവളെ വിളിച്ചു. എന്നാൽ ഗായത്രി അവരെ നോക്കാതെ നിന്നു. അവളുടെ മുഖം അവന് നേരെയാക്കി. അർജുൻ അവളുടെ കണ്ണുകളിൽ നോക്കി. എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ നിനക്ക്? അപ്പോഴും ഗായത്രി ഒന്നും മിണ്ടിയില്ല. ഒരുതരം നിർവികാരതയോടെ അവൾ നിന്നു. അവളുടെ ഉള്ളിൽ ഒരുപാട് സംഘർഷം നടക്കുകയായിരുന്നു. നീ ഇല്ലാതെ പറ്റുന്നില്ലടി, എൻ്റെ കൂടെ വരില്ല നീ. അവൻ്റെ ഓരോ വാക്കുകളും അവളിൽ അമർഷം ഉണ്ടാക്കിയിരുന്നു. അവസാനത്തെ വാക്കുകൾ കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ തള്ളി മാറ്റി പുറകിലേക്ക് നിന്നു. നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. വെറുപ്പാണ്. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം എല്ലാം നിങ്ങൾ നശിപ്പിച്ചു. ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ വരണം അല്ലേ? എന്തിന്? എനിക്ക് നിങ്ങളുടെ ഒരു തരി സ്നേഹം പോലും ഇല്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്നത് നിങ്ങളെയാണ്. ഗായത്രി അതുവരെ അടക്കിപ്പിടിച്ച സങ്കടവും ദേഷ്യവും അവനോടുള്ള പകയും എല്ലാം പുറത്തേക്ക് വന്നു. അവളുടെ ഓരോ വാക്കുകളും അവൻ്റെ നെഞ്ചിൽ കൊണ്ടു. എങ്കിലും അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പൊയ്ക്കോ, എൻ്റെ കണ്ണുമിൽ നിന്ന് വന്നു പോവരുത്. അന്ന് രാത്രി ആ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ തീർന്നു നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും. ഒരു ബന്ധനത്തിൻ്റെ പേരിലും ഇനി എന്നെ കാണരുത്. അവൾ മുഖം പൊത്തി കരഞ്ഞു. പക്ഷെ അർജുൻ അതേ നിൽപ്പ് തന്നെയായിരുന്നു. ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി. ഗായത്രിയുടെ വാക്കുകൾ കേട്ട് ജോണും സുധിയും വിനുവും പരസ്പരം നോക്കി. ആനിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കഴിഞ്ഞോ? വളരെ കൂളായി അർജുൻ അവളോട് ചോദിച്ചു. അവൾ ദേഷ്യത്തിൽ അവൻ്റെ നേരെ അടുത്തു. അവനെ പുറകിലേക്ക് തള്ളി. പക്ഷെ അവൻ അവിടെ തന്നെ ഉറച്ചു നിന്നു. അവൾക്ക് അവനെ കാണും തോറും ദേഷ്യം കൂടി വന്നു. ഗായത്രി അവനെ മറികടന്ന് ആനിയുടെ അടുത്തേക്ക് പോയി നിന്നു. ആനി, നീ ഇയാളോട് പോവാൻ പറ, അല്ലെങ്കിൽ ആരെങ്കിലും പോയി വിളിക്ക്. വീട്ടിൽ അതിക്രമിച്ചു കയറി പറ അവരോട്. ഗായത്രി ആനിയോട് ഇതെല്ലാം പറയുമ്പോഴും അർജുൻ അതേ നിൽപ്പ് തന്നെയായിരുന്നു. അത് കണ്ട് വിനുവും ജോണിനോട് പറഞ്ഞു. ഇവർ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? കിസ്സിൻ കഴിഞ്ഞു, അടുത്തത് എന്താവും? റൊമാൻസ് കഴിഞ്ഞിട്ടില്ല മോനെ. വിനു ജോണിനെ നോക്കി. അവൻ അതേന്ന് പറഞ്ഞ് തലയാട്ടി. അവർ 3 പേരും കുറച്ച് മാറി നിന്നു. ഈ ഗ്യാപ്പിൽ സുധി പോയി മെയിൻ ഡോർ ലോക്ക് ചെയ്തിരുന്നു. ആനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഗായത്രിയെ തന്നെ നോക്കി നിന്ന് അർജുൻ പെട്ടെന്ന് അവളുടെ അടുത്ത് വന്നു. അവളുടെ കയ്യിൽ പിടിച്ചു അവളെ മാറ്റി നിർത്തി. അവനെ നോക്കിയതും അർജുൻ ഗായത്രിയുടെ കവളിൽ ആഞ്ഞു തല്ലി. ഗായത്രി മുഖം പൊത്തി അവനെ നോക്കിയതും അർജുൻ അവളെ വലിച്ചു മുറിയിൽ കയറി വാതിലടച്ചു. ഇതെല്ലാം കണ്ടു നേർക്കാകെ റിലയായിരുന്നു. ആനി വാതിലടച്ച് തുറക്കാൻ പറഞ്ഞു. എന്നാൽ ജോണും സുധിയും വിനുവും ഒന്നും മിണ്ടാതെ സോഫയിൽ പോയിരുന്നു. സുധി ആനിയോടായി പറഞ്ഞു. അവളെ അവൻ തിന്നുകയൊന്നുമില്ല. അവൻ്റെ ജീവനാണ് ഗായത്രി. അതുകൊണ്ടൊരു പേടിയും വേണ്ട. അകത്ത് കയറിയ ഗായത്രി കയ്യിൽ കിട്ടിയതെല്ലാം അർജുന് നേരെ എറിഞ്ഞു. അർജുൻ എല്ലാം കേസ് പിടിച്ചുകൊണ്ട് താഴെയിട്ടു. അവളുടെ അടുത്തേക്ക് അടുക്കും തോറും അവൾക്ക് പേടിയും പരിഭ്രാന്തിയും കൂടി. അവസാനം ടേബിളിൽ തട്ടി അവൾ നിന്നതും അതിനു മുകളിൽ ഉള്ള ഫ്ലവർ വൈസ് എടുത്ത് അവനെ നേരെ പിടിച്ചു. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഇതുകൊണ്ട് തല്ലും, ഉറപ്പാണ്. എന്നെ തല്ലിയിട്ട് നീ ഇവിടെ നിന്നും പോകും എന്നും കരുതണ്ട. ഞാൻ വന്ന കാര്യം സാധിക്കാതെ ഞാൻ പോവില്ല. അർജുൻ അത് പറഞ്ഞു ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി അയക്കാൻ തുടങ്ങി. അത് പേടിച്ചു പോയ ഗായത്രി അവൻ്റെ സൈഡിലൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അതിനു മുന്നേ തന്നെ അർജുൻ അവളുടെ വയറിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ പിടിച്ചു. അവൻ്റെ നെഞ്ചാറും ചേർത്ത് അവൻ്റെ പിടിയിൽ നിന്നും ഗായത്രി കുതറിക്കൊണ്ടിരുന്നു. അടങ്ങി നിന്നോ, ഞാൻ ആകെ ഭ്രാന്തി പിടിച്ചു നിൽക്കുക. എനിക്ക് ദേഷ്യം വന്നാൽ എന്ത് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. 2 വർഷം മുന്നേ നിങ്ങളുടെ ദേഷ്യം ഞാൻ കണ്ടതാണ്. അന്ന് ഞാൻ ഒരു തെറ്റ് ചെയ്തു. അത് തിരുത്താനാണ് ഇപ്പോൾ വന്നത്. എന്നെ വിട്, എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാടി ഞാൻ കിട്ടിയ താരി ഇട്ടുകൊണ്ട് നടക്കുന്നേ? അത് കേട്ടതും ഗായത്രി ഒന്ന് പതറി. അവൾക്ക് ഉത്തരം ഇല്ലായിരുന്നു. അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് അർജുൻ വീണ്ടും തുടർന്നു. പറ, ഇഷ്ടമില്ലാത്ത ഒരാളുടെ താലി എന്തിനാ നീ ഇത്രയും നാൾ ഇട്ടത്?